സർ, ഗോൾഡ് മൈനും അതുപോലെ ഓയിൽ റിസർവിനേക്കാൾ ഏറ്റവും വലിയ സാമ്പത്തികമായിട്ടുള്ള ഏറ്റവും വലിയ സൗകര്യം കിട്ടുന്ന ഒന്നാണ് ഡാറ്റ എന്നും. സർ, നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഡാറ്റ അതിപ്രധാനമാണ്. മെഡിസിൻ കമ്പനികളുമായി ബന്ധപ്പെട്ടാണ്. സർ, കനേഡിയൻ കമ്പനിക്ക് കിരൺ സർവേ ചോർത്തി നൽകി എന്ന് കാരവൺ മാഗസിൻ റിപ്പോർട്ട് തെളിവ് സഹിതം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. സർ, ഇത് സംബന്ധിച്ചതായിരിക്കുന്ന വല്ല നടപടികളും പ്രൊട്ടക്റ്റ് ചെയ്യാനും അത് റിട്രീവ് ചെയ്യാനും അതിൻ്റെ മേലുള്ള ആക്ഷൻസും വല്ലതും സ്വീകരിച്ചോ? കേരളത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഹെൽത്ത് ഡാറ്റ പ്രൊട്ടക്ഷൻ പ്രൈവറ്റ് മേഖലകളിലും സർക്കാർ മേഖലകളിലും ഉള്ളത് സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ളതായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? യെസ് മിനിസ്റ്റർ. സർ, ഇത് വളരെ സുരക്ഷിതമായി ഡേറ്റ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഞാനിവിടെ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. RCC നമ്മുടെ മുന്നിലുള്ള ഒരു നല്ല ഉദാഹരണമാണ്. കാരണം ഈ എല്ലാ ആഗോളതലത്തിൽ തന്നെ ഈ രീതിയിലുള്ള റാൻസംവെയർ അറ്റാക്കുകൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള സൈബർ അറ്റാക്കുകളിൽ വലിയ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ പല സ്ഥാപനങ്ങളുമുണ്ട്. പക്ഷേ കേരളത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇപ്പോൾ RCCയിൽ ഉണ്ടായപ്പോൾ, ഇപ്പോൾ അവിടുത്തെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് RCCയിൽ എനിക്ക് 2010 അവിടെ ഫയർവാൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഡേറ്റ സംബന്ധിച്ചും പേഷ്യൻറ്റിൻ്റെ ഡേറ്റ സംബന്ധിച്ചും ഉള്ള സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അത് പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും സർക്കാർ നടത്തിയിട്ടുണ്ട്. അത് തുടർന്നും അങ്ങനെ തന്നെ ചെയ്യും സർ.